ഗുഡ് മോർണിംഗ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് ത്രൂ പാക്കിംഗ് അവിടെ വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് മുതലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ത്രൂ പാക്കിംഗ് നോക്കാം. ത്രൂ പാക്കിംഗ് അല്ലെങ്കിൽ കൺവെൻഷണൽ ബീറ്റർ പാക്കിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ലീപ്പേഴ്സിനെ കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ നിർത്തുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പാക്കിംഗ് എന്ന് പറയുന്നത്. സ്ലീപ്പേഴ്സിന് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ നിർത്തി കറക്റ്റ് അലൈൻമെൻറ്റും അതുപോലെ തന്നെ ജിയോമെട്രിക്സും അത് കറക്റ്റായിട്ട് നിർത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ കൺവെൻഷണൽ ടൈപ്പാണ് എന്ത്, ത്രൂ പാക്കിംഗ് എന്ന് പറയുന്നത്. ദ എഫിഷ്യൻറ്റ് ട്രാക്ക് ഓപ്പൺ ഇൻ എ ദർ ഷുഡ് നോട്ട് ബി മോർ ദാൻ ദ എഫിഷ്യൻറ്റ് മെയിൻ്റനൻസ് ടു ബി ഡൺ ടു ദാറ്റ് ട്രാക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ നമ്മൾ അത് ഓപ്പൺ ചെയ്യുന്ന, പാക്ക് ചെയ്യാനും ഓപ്പൺ ചെയ്യുന്ന ട്രാക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം എത്ര എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അത്രേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ദിവസം ഓപ്പൺ ചെയ്ത് നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് ഒരു എഫിഷ്യൻറ്റ് മെയിൻ്റനൻസ് പോസിബിൾ ആവുകയുള്ളൂ. ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ഇൻ സീക്വൻസ്. അതിൻ്റെ ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. ഓപ്പണിംഗ് ഓഫ് ദ റോഡ്, എക്സാമിനേഷൻ ഓഫ് റെയിൽസ്, സ്ലീപ്പേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ്, സ്ക്വയറിംഗ് ഓഫ് സ്ലീപ്പേഴ്സ്, സ്ലൂയിങ് ഓഫ് ട്രാക്ക് ടു കറക്റ്റ് അലൈൻമെൻറ്റ്, ഗേജിങ്, പാക്കിംഗ് ഓഫ് സ്ലീപ്പേഴ്സ്, ബോക്സിംഗ് ഓഫ് ബല്ലാസ്റ്റ് സെക്ഷൻ ആൻഡ് ടൈഡിങ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ത്രൂ പാക്കിങ്ങിൽ ചെയ്യുന്നത്. ഓപ്പണിംഗ് ഓഫ് റോഡ് നോക്കാം. ബല്ലാസ്റ്റ് ഷുഡ് ബി ഓപ്പൺ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി റെയിൽ സീറ്റ് ടു എ ഡെപ്ത് ഓഫ് 50 mm. അപ്പോൾ ഓപ്പണിംഗ് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാക്ക് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുക. മെയിൻ്റനൻസിന് വേണ്ടി ഓപ്പൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് എന്ത്, ഓപ്പണിംഗ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബല്ലാസ്റ്റ്, അതിൻ്റെ രണ്ട് ഭാഗത്തുള്ള ബല്ലാസ്റ്റ് ഒരു 50 mm എങ്കിലും എന്ത് ചെയ്യണം, വി ഹാവ് ടു ഓപ്പൺ ഇറ്റ്. ആൻഡ് ദേ ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദി കോസ് അണ്ടർ ദി സ്ലീപ്പേഴ്സ്. സ്ലീപ്പറിൻ്റെ കോറ് ഭാഗത്തുള്ള ബല്ലാസ്റ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓപ്പണിംഗ് ലെങ്ത് ഓൺ എയ്തർ സൈഡ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് ഗേജസ്. ഓരോ ഗേജിനും ഓപ്പണിംഗ് ലെങ്ത് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ബ്രോഡ് ഗേജ് ആണെങ്കിൽ 45 cm ആണ്. മീറ്റർ ഗേജ് ആണെങ്കിൽ 35 cm ആണ്. നാരോ ഗേജ് ആണെങ്കിൽ 25 cm ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്, ഓപ്പണിംഗ് ഒക്കെ ചെയ്യുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഷവല്, പവറൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ടൂൾസ് നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ ടൂൾസൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പണിംഗ് ഓഫ് റോഡ് സാധ്യമാക്കുന്നത്. ഇനി എക്സാമിനേഷൻ ഓഫ് റെയിൽ, സ്ലീപ്പേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സ്. ഇനി രണ്ട് ചെയ്യേണ്ടത്, ഇത് ഓപ്പൺ ചെയ്തിട്ട് റെയിൽസും സ്ലീപ്പേഴ്സും ഫാസ്റ്റനിങ്സും എന്ത് ചെയ്യണം, അതിനെന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടോ അതൊക്കെ നമ്മളൊന്ന് എക്സാമിൻ ചെയ്യണം. റെയിൽ ഷുഡ് ബി ചെക്ക്ഡ് ഫോർ വിയർ ആൻഡ് ടിയർ, കൊറോഷൻ, ക്രാക്സ് അറ്റ് റെയിൽസ്, ജോയിൻറ്റ് ക്രാക്സ് അറ്റ് എൻഡ്സ്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, റെയിൽസിനെ ചെക്ക് ചെയ്ത് നോക്കണം. എന്തെങ്കിലും കൊറോഷൻസ് ഉണ്ടോ, എന്തെങ്കിലും ക്രാക്ക് സംഭവിച്ചിട്ടുണ്ടോ, വിയർ ആൻഡ് ടിയർ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി എക്സാമിൻ ചെയ്യണം. സ്ലിപ്പേഴ്സ് കണ്ടീഷൻ അറ്റ് റെയിൽ സീറ്റ്സ്. റെയിൽ സീറ്റ് സ്ലീപ്പേഴ്സിൻ്റെ കണ്ടീഷൻ, ആ സീറ്റിങ്ങിലെ റെയിൽ സ്ലീപ്പറും വരുന്ന ആ സീറ്റിംഗ് സ്ഥലത്തുള്ള സ്ലീപ്പറിൻ്റെ കണ്ടീഷൻ. ചെക്ക് ഫോർ ലൂസ് ഫാസ്റ്റനിങ്സ് ആൻഡ് ഫിറ്റിങ്സ്. ഫാസ്റ്റനിങ്സ് ആൻഡ് ഫിറ്റിങ്സ് ഒക്കെ ലൂസായിട്ടുണ്ടോ, ഇത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോട്ട് ചെയ്യണം. ദെൻ സ്ക്വയറിംഗ് ഓഫ് സ്ലീപ്പേഴ്സ്. സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, കറക്റ്റ് ജിയോമെട്രിക്സിലായിരിക്കണം, സ്ക്വയർഡ് ആയിരിക്കണം. രണ്ട് സ്ലീപ്പേഴ്സും വരുന്നത് ഫുള്ള് സ്ക്വയർഡിലായിരിക്കണം. ഗേജ് വേരിയേഷൻ ആൻഡ് തിങ്സ് ഇൻവെറ്റിബ്ലി റിസൾട്ട്സ് ഫ്രം സ്ലീപ്പേഴ്സ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് സ്ക്വയർ. അപ്പോൾ സ്ലീപ്പേഴ്സ് എന്തായിരിക്കണം,
സ്ക്വയറിൽ നിന്ന് പോയാൽ അതിൻ്റെ ഗേജൊക്കെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. സ്ക്വയറിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് റെയിലെങ്കിൽ ഇതെന്തായിരിക്കണം, കറക്റ്റ് 90 ഡിഗ്രിയിലായിരിക്കണം ഇത് വരേണ്ടത്. കറക്റ്റ് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയറിലായിരിക്കണം. അപ്പോൾ ഇത് റെയിലാണെങ്കിൽ സ്ലീപ്പേഴ്സ് കറക്റ്റ് അലൈൻ ചെയ്ത് വരണം. ദാറ്റ് ഈസ് ഈ രണ്ട് സ്ലീപ്പേഴ്സും വരുന്നത് എന്തായിരിക്കണം, സ്ക്വയറിങ് വേണം. ദാറ്റ് ഈസ് ഇത് 90 ഡിഗ്രി ആണോ, ഇതൊക്കെ 90 ഡിഗ്രി ആണോ. ഇതിൽ വ്യത്യാസം വന്നാൽ എന്ത് സംഭവിക്കും, റിസൾട്ട്സ് ഫ്രം ദി ഗേജ് വേരിയേഷൻ ആൻഡ് കിങ്സ് ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് ഡൺ ബൈ പ്ലാന്റിങ് ദി ക്രോബാസ് ഫേംലി അഗെയിൻസ്റ്റ് സ്ലീപ്പേഴ്സ് ആൻഡ് പുഷിങ് ഇറ്റ്. അപ്പോൾ എന്തെങ്കിലും ഇതിന് വ്യത്യാസം സംഭവിച്ചാൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്രോബാസൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, കറക്റ്റ് പൊസിഷനിലോട്ട് പുഷ് ചെയ്യുന്നതാണ്. ഇനി സ്ലൂയിങ് ഓഫ് ട്രാക്ക് ടു ദി കറക്റ്റ് അലൈൻമെൻറ്റ്. ഇറ്റ് ഈസ് ടു എൻഷുർ ദി കറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് ട്രാക്ക്. ആദ്യം അലൈൻമെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. സാധാരണ അലൈൻമെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് നോക്കിയിട്ടാണ്, വിഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് ഒരു 4 റെയിൽ ലെങ്ത്തിൽ നിന്ന് എന്ത് ചെയ്യും, 4 റെയിൽ ലെങ്ത്തിൽ പുറകിലോട്ടുനിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് വിൽ ബി ചെക്ക്ഡ് ഫോർ അലൈൻമെൻറ്റ് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 25 to 30 meters. അലൈൻമെൻറ്റ് നമ്മൾ 25 to 30 മീറ്ററിന് എന്ത് ചെയ്യണം, ഡിസ്റ്റൻസ് എന്നാണ് സാധാരണ എന്ത് ചെയ്യാറുള്ളത്, ചെക്ക് ചെയ്യാറുള്ളത്. ഇനി ഗേജിങ്. ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ യൂണിഫോം ഗേജ് ഡിസ്റ്റൻസ്. അപ്പോൾ അലൈൻമെൻറ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നാലും പ്രശ്നങ്ങളുണ്ട്, ആക്സിഡൻസിനൊക്കെ കാരണമാവും. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഗേജിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഡിഫറൻസ് വരുന്നുണ്ടോ അത് നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ യൂണിഫോം ഗേജ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗേജിങ് കറക്റ്റായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്ഥലത്തും ഒരേപോലത്തെ ഗേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. ഫോർ ബ്രോഡ് ഗേജ് ഇതിന് 1776 mm ആണ്. മീറ്റർ ഗേജിൻ്റെ ഗേജ് വരുന്നത് 1000 mm ആൻഡ് നാരോ ഗേജ് ഇറ്റ് ഈസ് 762 mm. നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ഇറ്റ് ഈസ് ഡൺ ഓൺലി ഇഫ് ദ സ്ലീപ്പേഴ്സ് ആർ ട്രൂലി സ്ക്വയർ. അപ്പോൾ കറക്റ്റ് ഗേജ് എപ്പോഴേ വരുന്നുള്ളൂ, കറക്റ്റ് സ്ക്വയറിലായാൽ മാത്രമേ ഗേജ് കറക്റ്റ് ആവുന്നുള്ളൂ. ബിക്കോസ് ഓഫ് ഏജിങ് ആൻഡ് ഡിഫറെൻറ്റ് കണ്ടീഷൻ ഓഫ് സ്ലീപ്പേഴ്സ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെയിൻറ്റെയിൻ എക്സാക്ട് ഗേജ് ഡിസ്റ്റൻസ്. അപ്പോൾ കുറേ ഏജിങ് ഒക്കെ സംഭവിച്ചാൽ, അതുപോലെ തന്നെ സ്ലീപ്പേഴ്സിൻ്റെ കണ്ടീഷൻസൊക്കെ മോശമായാൽ കറക്റ്റ് ഗേജ് എന്താവാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഗേജ് കറക്റ്റായിട്ട് അതിൻ്റെ വിത്തിൻ ദി ലിമിറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. ലിമിറ്റ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ കറക്റ്റിലോട്ട് നമ്മൾ എത്തിക്കണം. ഇനി പാക്കിംഗ് ഓഫ് സ്ലീപ്പേഴ്സാണ്. ഇറ്റ് ഈസ് ടു ചെക്ക് വെദർ ഈച്ച് സ്ലീപ്പർ ഈസ് ഫിക്സ്ഡ് ഫേംലി ആൻഡ് യൂണിഫോംലി വിത്ത് ബല്ലാസ്റ്റ്. ആ ബല്ലാസ്റ്റ് കുഷ്യനിൽ ഫേമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പാക്കിംഗ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡൺ വിത്ത് റെസ്പെക്റ്റ് ഓഫ് one fixed sleepers to other. Each sleeper should be packed at a time by 4 members. After packing, they will be blown by a wooden mallet. A hollow sound will indicate the defective packing. അപ്പോൾ പാക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കറക്റ്റായിട്ട് സ്ലീപ്പേഴ്സ് ബല്ലാസ്റ്റ് കുഷ്യനിൽ നിൽക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കണം. പാക്കിങ്ങിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ റീപാക്ക് ചെയ്യണം. ഇനി ബോക്സിംഗ് ടു ബല്ലാസ്റ്റ് സെക്ഷൻ ടൈഡിങ്. ആഫ്റ്റർ ഓൾ ദി ഓപ്പറേഷൻസ് ഡൺ ഇൻ എ സീക്വൻസ്, എ ക്ലീൻ ബല്ലാസ്റ്റ് ഷുഡ് ബി മെയ്ഡ് വിത്ത് ബല്ലാസ്റ്റ് ഫോർക്ക് ഓർ റേക്സ്. ബല്ലാസ്റ്റ് ഷുഡ് ബി ഡ്രസ്ഡ് വിത്ത് hemp cord of 6 mm dia. Ballast should be fully filled at inadequate sections. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബല്ലാസ്റ്റിനെ ബോക്സ് രൂപത്തിലാക്കണം.
നമ്മൾ സാധാരണ റെയിലിലൊക്കെ കാണുന്നതാണ്. ഒരു ബോക്സ് രൂപത്തിലുള്ള കുഷ്യൻസാണ് എന്ത് ബല്ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ബല്ലാസ്റ്റ് എവിടെയെങ്കിലും കുറവുണ്ടോ ആ ഭാഗത്തൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് ഒരു ബോക്സ് രൂപത്തിലുള്ള ബല്ലാസ്റ്റ് കുഷ്യൻ നമ്മൾ സ്ലീപ്പറിൻ്റെ താഴെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ത്രൂ പാക്കിങ്ങിന് നമുക്ക് പറയാനുള്ളത്. ഇനി സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് ആണ്. ഓവർഹോളിംഗ് എന്ന് പറഞ്ഞാൽ റിപ്പയറിങ്, സിസ്റ്റമാറ്റിക് റിപ്പയറിങ് എന്നൊക്കെ പറയാം. അപ്പോൾ the track should be overhauled periodically with the object of ensuring that the best possible standard of track conditions are met and maintained. അപ്പോൾ ട്രാക്ക് എന്തെങ്കിലും പീരിയഡിക്കലായിട്ട് നമ്മളൊന്ന് റിപ്പയർ ചെയ്ത് അതിൻ്റെ ഒരു ബെസ്റ്റ് കണ്ടീഷനിലോട്ട് അതിനെ എത്തിക്കണം. The systematic overhauling of the track should be normally commence after the completion of one cycle through packing. ഒരു ത്രൂ പാക്കിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് റിപ്പയറിങ് ചെയ്യാറുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് ദി ഫോളോയിങ് ഓപ്പറേഷൻസ് ഇൻ സീക്വൻസ്. അപ്പോൾ ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് പറയുന്നത്. ഷാലോ സ്ക്രീനിങ് ആൻഡ് മേക്കിംഗ് ഓഫ് ദി ബല്ലാസ്റ്റ് സെക്ഷൻ. സ്ക്രീനിങ് വരുന്നുണ്ട്. സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ബല്ലാസ്റ്റൊക്കെ നമ്മൾ കുറേ ട്രെയിൻസ് പോയിട്ട് ബല്ലാസ്റ്റ് ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടാവും, പൗഡറായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ സ്ക്രീൻ ചെയ്തിട്ട് നമ്മൾ അതിലുള്ള പൗഡേഴ്സിനൊക്കെ ഒഴിവാക്കിയെടുക്കണം. അപ്പോൾ അതിനാണ് സ്ക്രീനിങ്, ഷാലോ സ്ക്രീനിങ് എന്ന് പറയുന്നത്. റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡാമേജ്ഡ് ഓർ ബ്രോക്കൺ ഫിറ്റിംഗ്സ്. ഓൾ ഐറ്റംസ് ഇൻക്ലൂഡഡ് ഇൻ ത്രൂ പാക്കിംഗ് ആൻഡ് മേക്കിംഗ് അപ്പ് ഓഫ് ദി സെസ്. The frequency of overhauling depends upon number of factors such as type and age of track structure, maximum permissible speed, volume of traffic, mode of traffic, mode of traction, rate of track deterioration and the amount of rainfall in this region. അപ്പോൾ ഓവർഹോളിംഗ് ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ ആ ട്രാക്കിൻ്റെ എത്ര ഏജ് ഉണ്ട്, ഏത് ടൈപ്പ് ട്രാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പിന്നെ അവിടെ പോകുന്ന മാക്സിമം സ്പീഡ് എത്രയാണ്, എത്ര വോളിയം ഓഫ് ട്രാഫിക് അതിലൂടെ പോകുന്നുണ്ട്, ഹൈ സ്പീഡ് ട്രെയിൻസ് ആണോ, ഏത് ടൈപ്പ് ട്രെയിൻസ് ആണ് അതിലൂടെ പോകുന്നത്, അതിൽ ഉപയോഗിക്കുന്ന ട്രാക്ഷൻ ഏതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എത്ര ഇൻ്റർവെല്ലിൽ നമ്മൾ ഓവർഹോളിംഗ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത്. On these factors, the chief engineer decides the length of track to be overhauled, but normally the plan is so drawn that systematic overhauling of a section is completed is about 3 to 4 years. ഒരു 3 to 4 കൊല്ലത്തിൽ എന്ത് ചെയ്യും, സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് നടക്കാറുണ്ട്. സിസ്റ്റമാറ്റിക് ഓവർഹോളിംഗ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കാറുണ്ട്. The stretch of track to be tackled in a particular year should be continuation of the length overhauled during the previous year. If possible, gap adjustment including joint survey and adjustment of creep should be done prior to the systematic overhauling. New lubrication of rail joints. Lubrication of rail joints is an important part of work done on the permanent way and is incidental to the systematic track maintenance. Joints are lubricated for the following purpose: to allow the free expansion and contraction of rail, to reduce the wear and tear of fishing planes and planes of the rails and fish plates. അപ്പോൾ റെയിൽ ജോയിൻറ്റ്സ് എന്തെയ്യണം, നമ്മൾ കറക്റ്റായിട്ട് എന്ത് ജോയിൻറ്റ്സാണ് കറക്റ്റായിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ജോയിൻറ്റ്സ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇനി picking up of the slacks or screening, bar screening. Slacks are those points in the track where running of trains is faulty or substandard. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഭാഗം നമ്മൾ ട്രെയിൻ സഞ്ചരിക്കുന്ന കുറച്ച് സബ്സ്റ്റാൻഡേർഡ് കണ്ടീഷനിലാവുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്ലാക്ക് എന്ന് പറയുന്നത്. സ്ലാക്ക് ആർ ജനറലി ഒക്കർ ഇൻ ദി ഫോളോയിങ് കേസസ്: സ്ട്രെച്ചസ് ഓഫ് yielding ഫോർമേഷൻ, സ്ട്രെച്ച് ചെയ്ത് വരിക റെയില്; poorly maintained section that have loose packing, bad alignment, improper longitudinal cross section levels.
ലെവൽസും അതുപോലെ തന്നെ അലൈൻമെൻറ്റൊക്കെ വ്യത്യാസം വരുന്ന സ്ഥലങ്ങൾ, ഇംപ്രോപ്പർലി അലൈൻഡ് കർവ്സ്, അതുപോലെ തന്നെ അപ്രോച്ചസ് ടു ലെവൽ ക്രോസിംഗ്, ഗിർഡർ ബ്രിഡ്ജസ് പെർട്ടിക്കുലർലി ഇൻ സാക്സ്, പോർഷൻ ഓഫ് ട്രാക്ക് വിത്ത് പോർ ഡ്രൈനേജ് ഒക്കെ പോർ ആയിട്ടുള്ള സ്ഥലം, സെക്ഷൻ വിത്ത് ഇനാഡിക്വേറ്റ് ഓർ അൺക്ലീൻ ബെല്ലാസ്റ്റ്, അതർ മിസ്ലേനിയസ് റീസൺസ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എന്ത് വരുന്നത്, സ്ലാക്ക് ഉണ്ടാവാൻ കാരണം, ഒരു സബ്സ്റ്റാൻഡേർഡ് റൈഡിങ് ക്വാളിറ്റി ഉണ്ടാവാൻ കാരണം. ഇൻ എവറി വർക്കിംഗ് സീസൺ എ സർട്ടൻ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഈച്ച് വീക്ക് ആർ അലോട്ടഡ് ടു ദി പിക്കിംഗ് ഓഫ് സ്ലാക്സ് ഡിപ്പെൻഡിങ് upon ദി മൺസൂൺ പാറ്റേൺ അതർ ലോക്കൽ കണ്ടീഷൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ വർക്കിംഗ് സീസണിലും ഈ സ്ലാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, കുറച്ച് ദിവസങ്ങൾ നമ്മൾ സ്പെൻഡ് ചെയ്യണം. However, no through packing is done during rainy season and slacks are only picked up in order to keep the track safe and in good condition. In areas which is less than 75 mm of rainfall, the allotted time may not be used only to attend the slack but also to carry out the through packing. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് നമ്മൾ ത്രൂ പാക്കിംഗ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ സ്ലാക്കൊക്കെ എന്ത് ചെയ്യും, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ നമ്മൾ സാധാരണ കറക്റ്റ് ചെയ്യാറുള്ളത്. ഇനി സ്ലാക്ക് മേ ബി സംടൈംസ് പിക്ഡ് അപ്പ് ബൈ പാക്കിംഗ് ഓൺലി ദി ഫോളോയിങ് സെഗ്മെൻറ്റ് ഓഫ് ദി ട്രാക്ക്: joint sleepers and two other sleepers on either side of the joint. That is the first shoulder and second shoulder sleepers. Second, a few sleepers in approach to level crossing and bridges. Then intermediate sleepers. Then stretches of the track that adversely affect the running of the train as revealed by inspection notes. അപ്പോൾ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ സ്ലാക്ക് നമ്മൾ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, പാക്കിങ് ചെയ്ത് കണ്ട് മാത്രമാണ്. പാക്കിങ് ചെയ്ത് കണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള എന്തെങ്കിലും ഡിഫക്ട്സ് അല്ലെങ്കിൽ സ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഡിഫക്ട്സ്. അപ്പോൾ ഈ ഡിഫക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ടൈം ടേബിൾ ഫോർ റെഗുലർ ട്രാക്ക് മെയിൻ്റനൻസ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, പോസ്റ്റ് മൺസൂണും പ്രീ മൺസൂണും ഡ്യൂറിങ് ദി മൺസൂണും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡീപ്പ് സ്ക്രീനിങ് ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് ത്രൂ പാക്കിങ്ങും പിക്കിംഗ് അപ്പ് ഓഫ് സ്ലാക്സും ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി. ജസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.